ഹായ്, കേരളത്തിലെ മൂന്നാമത്തെ വലിയ കായലായ നമ്മുടെ വടക്കേ മലബാറിൻ്റെ സ്വന്തം കവായി കായലിലേക്കാണ് അടുത്ത് പോകുന്നത്. അവിടെ കണ്ടൽക്കാടുകളൊക്കെ കണ്ട് കയാക്കിംഗ് ഒക്കെ ചെയ്ത് ചിൽ ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. പക്ഷേ ജനിച്ചപ്പോഴേ കൂടെ കൂടിയിട്ടുള്ളൊരു സാധനമുണ്ട് എനിക്ക്, പേടി. അത് മനസ്സിൽ കിടന്ന് താണ്ഡവമാടുന്നുണ്ടെങ്കിലും ധൈര്യശാലികളൊക്കെ ഓരോരുത്തരായി തൊഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന കണ്ടപ്പം ഇവിടം വരെ എത്തിയതല്ലേ എന്നോർത്ത് ഞാനും കയാക്കിങ്ങിന് ഇറങ്ങി കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ കൊളീഗ് ഒരാളും കൂടി കൂട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് പോകണം, ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് മാറി അങ്ങനെ ഓരോന്ന് തുഴഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞ് അവർ തരുന്നുണ്ട്. അങ്ങനെ അവർ വെള്ളത്തിലേക്ക് നമ്മളെ തള്ളി വിട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയാക്കിങ്ങിന് വരുവാണ്. ഫസ്റ്റ് ടൈം ആട്ടോ കയാക്കിങ് ചെയ്യുന്നത്. അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ തുഴഞ്ഞിതേണ്ട വെള്ളത്തിന് കറക്റ്റ് നടുക്കെത്തിയിട്ടുണ്ട്. അവിടെ കാണുന്ന ഐലൻഡാണ് ഞങ്ങൾക്ക് ലക്ഷ്യം വെക്കേണ്ടത് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഏത് സൈഡിലേക്കാണ് പോകുന്നതെന്ന് അറിയത്തില്ല. തുഴഞ്ഞ് പോകുന്നുണ്ട്. ഏകദേശം അങ്ങ് തുഴഞ്ഞു വരുന്നതാണ്. ഇവിടെ എത്തിയതേ ഉള്ളൂ. അങ്ങനെ ഇതേണ്ട ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. തീരെ അനുസരണയില്ലാത്ത കുട്ടികളായതുകൊണ്ട് എല്ലാവരും കിഴക്കോട്ട് പോയപ്പോൾ നമ്മൾ പടിഞ്ഞാറോട്ടാണ് പോയത് കേട്ടോ. എങ്ങനെയാണേലും തിരിഞ്ഞും മറിഞ്ഞും തുഴഞ്ഞും ആടി ഉലഞ്ഞും ഒക്കെ നമ്മൾ കറക്റ്റ് റൂട്ടിലെത്തിയപ്പോഴേക്കുമാണ് ടെക്നിക്കൊന്ന് കൈപ്പിടിയിലായത് കേട്ടോ. സംഗതി സെറ്റായിന്ന് തോന്നിയപ്പോഴേക്ക് സ്ഥലം എത്തി. നമ്മുടെ ഇത്രയൊക്കെ ഒപ്പം വെള്ളമുള്ളൂ. നിറയെ ആൾക്കാരാട്ടോ ഇവിടെ എല്ലാം. കുറച്ച് പേടിച്ചിട്ടാണ് വന്നതെങ്കിലും തുഴഞ്ഞ് ഞങ്ങൾ ചെന്നെത്തിയ സ്ഥലം എൻ്റെ പൊന്നോ എന്ത് മനോഹരമായ സ്ഥലമായിരുന്നെന്നറിയോ. കുറേ ഷോ ഓഫ് ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരണ്ടേ, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. ഇതാണ് ജെല്ലി ഫിഷ്. എനിവേ കായലിലൂടെയുള്ള ഈ യാത്ര നല്ല അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ മതിയായിരുന്നു എന്ന് അന്നേരം തോന്നിയായിരുന്നു. എങ്കിലും നമ്മൾ ഹൊയ്യാഹൊയ്യൊക്കെ പാടി അടിച്ചു പൊളിച്ചാണ് കേട്ടോ പോയത്. സൈഡിലുള്ള വ്യൂസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വെള്ളത്തിന് നല്ല ഓളം ഉണ്ടായിരുന്നു. വലിയ ബോട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ നന്നായിട്ട് ആടി ഉലയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിവേ കവായിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കയാക്കിംഗ് ചെയ്യാൻ മറക്കല്ലേ.